ഈ ഒരു പെൺകുട്ടി ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു വണ്ടി വന്ന് നിന്നു. അവിടെ ആ വണ്ടിയിൽ നിന്നും 2 ആളുകൾ പുറത്തിറങ്ങി. അവർ 2 പേരും ഫുഡ് കഴിക്കാനായിരുന്നു. ആ പെൺകുട്ടി അവരുടെ കൈയെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് ഫുഡ് എടുത്ത് കൊണ്ടുവന്ന് 2 പേർക്കും കൊടുത്തു. അതിലുണ്ടായിരുന്ന ഒരാൾ സാവധാനം ഫോണെല്ലാം നോക്കി ഫുഡ് കഴിച്ചുകൊണ്ടേയിരുന്നു. മറ്റേ ആൾ അവിടെ ഭയങ്കര സ്പീഡിൽ ഫുഡ് കഴിക്കാനായി തുടങ്ങി. അയാൾ പെട്ടെന്ന് ഫോൺ നോക്കുന്നതിനിടെ മറ്റേ ആളെ നോക്കിയപ്പോൾ അയാൾ മീനെല്ലാം എടുത്ത് സ്പീഡിൽ കഴിക്കാനായി തുടങ്ങി. ഇത് കണ്ട് അയാൾ കുറച്ചു നേരം അയാളെ നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ 2ാമത്തെ പ്ലേറ്റും പറഞ്ഞു. അപ്പോഴും മറ്റേ ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അധിക നേരത്തിൽ 2ാമത്തെ പ്ലേറ്റും അയാൾ കാലിയാക്കി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു പടലം പഴ അയാൾ കണ്ടപ്പോൾ അതും അയാൾ ഓർഡർ മേടിച്ചു. എന്നിട്ട് അതും കഴിക്കാനായി തുടങ്ങി. അത് കഴിക്കുന്നതിനിടെ അവിടേക്ക് ഒരു ജിമ്മൻ വന്നു. ആ ജിമ്മൻ നടന്ന് വന്ന് 2 പ്ലേറ്റ് ചോറ് ഓർഡർ ചെയ്തു. ഇത് കണ്ട് അയാൾ ആ ജിമ്മൻ്റെ പാത്രത്തിലെ ഭക്ഷണം എടുത്ത് അയാൾ കഴിക്കാനായി തുടങ്ങി. ഇത് കണ്ട് ജിമ്മൻ ദേഷ്യം പിടിച്ചു. പക്ഷേ ആ ഹോട്ടൽ ഉടമ വേണ്ടെന്ന് പറഞ്ഞ് അത് വേറൊരു പ്ലേറ്റ് അയാൾക്ക് എടുത്തു കൊടുത്തു. ആ ജിമ്മൻ അത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അയാളുടെ കൂടെ വന്നിരുന്ന മനുഷ്യൻ ആ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് സാവധാനം അവൻ എവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അപ്പോൾ അവിടേക്ക് ഒരു കുട്ടി വന്ന് അവിടെ നിന്നും ഒരു ഓക്കെ മേടിച്ചു പോയി. അവൻ ആ ലേസ് മേടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഈ തീറ്റ പണ്ടാരം ആ ലേസും ഒരുപാട് പേക്കിട്ടു കൊണ്ടുവരാനായി പറഞ്ഞു. ആ സ്ത്രീ അതും കൊണ്ടുകൊടുത്തു. ഒരു കൊക്കക്കോളയും കുടിച്ചു. അങ്ങനെ ഇതെല്ലാം കുടിച്ച് അവൻ്റെ വയറ് വലുതായി. അവന് വയറ് വീർത്തു നിന്നു. അപ്പോൾ അവന് വയറ് തൊട്ട് നോക്കിയിട്ട് ആ പെൺകുട്ടിക്ക് ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുത്തത് മതിയായില്ലെന്ന് കരുതി വീണ്ടും ക്യാഷ് കൊടുത്തു. എന്നിട്ട് അവൻ ബസ്സിലേക്ക് പോയി നോക്കിയപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അയാളുടെ കുറച്ചു നേരത്തെ ഉറക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇയാളുടെ ഏമ്പൊക്കെ വിടുന്ന ശബ്ദം കേട്ട് അയാൾ നെട്ടി ഉണർന്നു. അങ്ങനെ അവർ 2 പേരും തിരിച്ചു പോയി.